ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്നൊരു അഭിപ്രായം പലരും പറയാറുണ്ട്. അതിന് മറുപടിയായി ചിലർ പറയുന്നത് ഇന്ത്യ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്, അതിലെ മുസ്ലിങ്ങളുടെ പേരുകൾ പോയി നോക്കണം എന്നാണ്. ഇത് ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് പ്രചരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അവിടെ വാസ്തവത്തിൽ ഈ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുടേത് അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ഗേറ്റ് ഡിസൈൻ ചെയ്തത് ബ്രിട്ടീഷ് ശില്പിയായ എഡ്വിൻ ലൂട്ടൻസ് എന്ന വ്യക്തിയാണ്. 1921 നിർമ്മാണം ആരംഭിക്കുകയും 1931 അതിന്റെ പണി പൂർത്തിയാകുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ സ്മാരകം ഒരു യുദ്ധ സ്മാരകമാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനികളെ കുറിച്ചല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിലും 1919 മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത 70,000-ൽ അധികം വരുന്ന ഇന്ത്യൻ സൈനികരെ അനുസ്മരിക്കാനാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിക്കുന്നത്. അതിൽ കൊത്തിവച്ചിരിക്കുന്ന 13,000-ൽ അധികം പേരുകൾ ഈ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ച സൈനികരുടേതാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖുകാർ എന്നിങ്ങനെ പലരുമുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് ബ്രിട്ടീഷുകാരുടെ പേരുകളും കൊത്തിവെച്ചിട്ടുണ്ട്. ഇവർ ആരും തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരുന്നില്ല. അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ആളുകളുമല്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തിനു വേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്തവരാണ്. അതായത് ഇന്ത്യക്കാരെ നിയന്ത്രിക്കാനും ഇന്ത്യക്കാരെ ഉപദ്രവിക്കുവാനും വേണ്ടി ഇന്ത്യക്കാരിൽ നിന്നും തന്നെ ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്ത പട്ടാളക്കാരാണ് അതിൽ പേരുള്ളവർ. ഇന്ത്യ ഗേറ്റ് എന്നത് ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്മാരകമല്ല. അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഒരു സൈനിക സ്മാരകമാണ്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കായി ഒരു പ്രത്യേക സ്മാരകം 1947 മുതൽ 2019 വരെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പലരും ഈ ഇന്ത്യ ഗേറ്റ് ആയിരുന്നു സൈനിക സ്മാരകമായി ആദ്യം കണക്കാക്കിയിരുന്നത്. പിന്നീട് 1971 ശേഷമാണ് ഇന്ത്യ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതി സ്ഥാപിക്കുന്നത്. അത് സ്വതന്ത്ര ഇന്ത്യ പങ്കെടുത്ത യുദ്ധങ്ങളിൽ മരിച്ച സൈനികരുടെ ഓർമ്മക്കായാണ് ഉണ്ടാക്കിയത്. റഷ്യയിലെ ഒരു യുദ്ധ സ്മാരകമാണ് അതിന്റെ മോഡൽ. 2019 ശേഷമാണ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളിൽ നിന്നും യുദ്ധങ്ങളിലും അല്ലെങ്കിൽ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലും കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരം സഹിതമുള്ള ഒരു സ്മാരകം ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെടുന്നു. അമർ ജവാൻ ജ്യോതിയിലെ തീജ്വാല അങ്ങോട്ടേക്ക് എല്ലാവിധ ബഹുമതികളോടും കൂട്ടി മാറ്റുകയും ചെയ്തു. ഇന്ത്യ ഗേറ്റ് പോലെ തന്നെ ഏവർക്കും സുപരിചിതമാണ് ഡൽഹിയിലെ തീൻമൂർത്തി ഭവൻ എന്ന കെട്ടിടം. അതിന് മുന്നിലായി 3 മൂർത്തികളുടെ ഒരു പ്രതിമയുണ്ട്. മൂർത്തി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അത് ദൈവങ്ങൾ ആണെന്ന് തോന്നും. എന്നാൽ മൈസൂർ ലാൻസേഴ്സ്, ഹൈദരാബാദ് ലാൻസേഴ്സ്, ജോധ്പൂർ ലാൻസേഴ്സ് എന്നിങ്ങനെ 3 കുതിരപ്പട്ടാളത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹൈഫ എന്ന പട്ടണം പിടിച്ചടക്കിയത് ഇവർ ഉൾപ്പെടുന്ന സേനയായിരുന്നു. 400 വർഷങ്ങളായി ഒട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ഹൈഫ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണുന്നത് 1918 സെപ്റ്റംബർ 23-നാണ്. ഒട്ടോമൻ തുർക്കി സൈന്യത്തെയും ജർമ്മൻ പട്ടാളത്തെയും കീഴ്പ്പെടുത്തിയത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളായ ജോധ്പൂരിന്റെയും മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും കുതിരപ്പടയാളികളായിരുന്നു. ഇന്ത്യൻ പട നേടിയെടുത്ത വിജയത്തിന്റെ ഓർമ്മക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 23-ന് ഇന്ത്യൻ സൈന്യം ഹൈഫ ദിനമായി ആചരിക്കുന്നുണ്ട്. തീൻമൂർത്തി ചൗക്ക് റോഡ് ഇപ്പോൾ തീൻമൂർത്തി ഹൈഫ ചൗക്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ചരിത്ര ബന്ധത്തിന്റെ 100-ാം വാർഷിക സ്മരണ പുതുക്കുന്ന വേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്.